ഞാൻ ഒരു പരാതിയും പറയുന്നില്ല. ഇപ്പോൾ എന്നിൽ നിന്ന് തെളിവെടുക്കുകയാണ് എന്താണ് എനിക്ക് സംഭവിച്ചത് എന്ന്. സമാനമായ സംഭവം ഉണ്ടായി, ആരും ഒന്നും പുറത്ത് പറയാതിരിക്കുന്നൊരു സമയത്ത് ഞാനും എന്നിലേക്ക് തന്നെ ഒതുങ്ങി, അധികാരികളെ അറിയിച്ചു, ഒരു ഫലവും ഉണ്ടായില്ല. ഇപ്പോഴും സമാനമായ ഒരു കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു. അത് ED ഉദ്യോഗസ്ഥന്മാരെയും അവരെ നാട്ടിൽ നിന്നുണ്ടെന്ന ഏജൻറ്റന്മാരെയും നാട്ടിലുള്ളവരെയൊക്കെ. അപ്പോൾ അവർ മാത്രമല്ല, വലിയൊരു സമൂഹം ഇതിൻ്റെ പിന്നിലുണ്ടെന്നുള്ളതിന് വ്യക്തമായ തെളിവുകൾ എൻ്റെ പക്കലുണ്ട്. അത് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അല്ലാതെ എൻ്റെ കേസുമായിട്ട് ബന്ധപ്പെടുത്തിയല്ല എനിക്കിപ്പോൾ ഒന്നും സംസാരിക്കാനുള്ളത്. അല്ല, അന്ന് ഏത് വിധത്തിലായിരുന്നു ഈ സംഭവം? അതായത് ഒരു 3 വർഷം മുമ്പ് വരെ മിടുക്കന്മാരും പ്രഗത്ഭന്മാരുമായ ഉദ്യോഗസ്ഥന്മാർ ശാസ്ത്രീയമായ തെളിവെടുപ്പായിരുന്നു അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ വിളിക്കും, നമ്മൾ പോവും, കാര്യങ്ങൾ പറയും, തിരിച്ചു വരും. അതേസമയം പണത്തിന് വ്യഗ്രതയുള്ള കുറേ ആളുകൾ, മലയാളികൾ അവിടെ വന്നു. ഒരു സിമി, അവർ അസിസ്റ്റൻറ്റ് ഡയറക്ടറോ അഡീഷണൽ ഡയറക്ടറോ എന്താണെന്ന് എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞ് സത്യവീർ സിംഗ് എന്ന് പറയുന്നൊരു ഉദ്യോഗസ്ഥന്, മോഹൻ എന്ന് പറയുന്ന കൊല്ലത്തെ ഒരു ഉദ്യോഗസ്ഥന്, ഇവർ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് വലിയ കച്ചവടമായിട്ട്. ഇവർക്ക് കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെയും ഏജൻറ്റന്മാരുണ്ട്. ആശ്രമങ്ങൾ, ആശുപത്രികൾ, ക്ലബ്ബുകൾ, ഇതൊക്കെയാണ് ഇവരുടെ സ്ഥലമെന്ന് പറയുന്നത്. ഈ വരുന്നവരാരും കാര്യം നടത്തി തരാമെന്ന് പറയുന്ന വെറും ഏജൻറ്റന്മാരല്ല, കാര്യം നടത്തി കൊടുക്കാമെന്ന് വ്യക്തമായ ഉറപ്പ് EDയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അവർക്ക് വേണ്ടി വേല ചെയ്യുന്നവരാണ് ഈ വന്നിരിക്കുന്ന അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാരെന്ന് പറയുന്നത്. എൻ്റെ കേസിൽ അതുപോലെയായിരുന്നു. 1 കോടി വേണമെന്ന് പറഞ്ഞു, കൊടുക്കത്തില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഏജൻറ്റന്മാരെ കൊടുത്തു. ഏജൻറ്റന്മാർ 2 കോടി വേണമെന്ന് പറഞ്ഞു, കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. അവസാനം ശല്യമായപ്പോൾ 50 ലക്ഷം കൊടുക്കാമെന്നും പറഞ്ഞ് ഒരു ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കാമെന്നും പറഞ്ഞ് ഇവിടെ വിളിച്ചാണ് ഇവിടുന്ന് അവരെ അറസ്റ്റ് ചെയ്യുന്നത്. അവരെ അറസ്റ്റ് ചെയ്തതോടുകൂടി ED ഉദ്യോഗസ്ഥരുടെ സ്വഭാവമെല്ലാം മാറി. എൻ്റെ മുഴുവൻ സ്വത്തുക്കളും, എൻ്റെ ഭാര്യ വീട്ടുകാരുടെ, ഭാര്യയുടെ സഹോദരിയുടെ, ബാക്കിയുള്ള എല്ലാവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി. സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നത് മാത്രമല്ല, ഒരു ബിഷപ്പിനെ പരിപൂർണ്ണ നഗ്നനായി നിർത്തി പരിശോധിച്ച ഇതിനു മുമ്പ് ED ഉണ്ടായിട്ടുണ്ട് അവിടെ. ഞാൻ ആ ED കേസിൻ്റെ പ്രമാദ സമയങ്ങളിൽ പോയിട്ടുണ്ട്. അന്നൊന്നും ഉണ്ടാകാത്ത സംഭവം ഈ സിമി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുണ്ടായി. അന്ന് ഇവരെങ്ങനെയായിരുന്നു സമീപിച്ചത്? ഈ ED ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞിട്ട് ഇവരെ സമീപിക്കുന്നു, അല്ലെങ്കിൽ ഈ കേസിൽ എന്ത് തീർപ്പ് കൽപ്പിക്കാമെന്ന് ചോദ്യം ചെയ്യപ്പെടാനായിട്ട് വിളിക്കുന്നു. ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ട് ഒരാൾ നമ്മുടെ കൂടെ അങ്ങ് ചൂടായി സംസാരിക്കുന്നു, മറ്റേ ആൾ വളരെ സൗമ്യയോടെ നമ്മുടെ കൂടുന്നു. അത് ഇന്നതാ പ്രശ്നം, ഇത്ര തൽക്കാലം കൊടുക്കണം, ബാക്കി പിന്നെ കൊടുക്കണമെന്ന് അവിടെ സെറ്റിൽമെൻറ്റ് നടത്തുകയാണ്. ആ സെറ്റിൽമെൻറ്റ് നടത്തുന്നതിൻ്റെ ഏറ്റവും താഴത്തെ കണ്ണിയാണ് ഈ മോഹൻ എന്തോ സെയിൽ ടാക്സ് ഓഫീസർ. എവിടെ വെച്ചായിരുന്നു ഈ സംസാരമൊക്കെ? എറണാകുളം ED ഓഫീസിൽ. എന്നിട്ട് അവൻ്റെ പേഴ്സണൽ നമ്പർ തരുന്നു, എൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് പേഴ്സണൽ നമ്പർ കൊടുക്കുന്നു, സ്വകാര്യമായിട്ട് കാണണമെന്ന് പറയുന്നു. ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എന്തു പറഞ്ഞായിരുന്നു ഉദ്യോഗസ്ഥർ? അതായത് കേസിൽ നിന്ന് ഒഴിവാക്കി തരാം. അതായത് കോടതിക്കൊന്നും ചെയ്യാനില്ല, ഞങ്ങൾ കൊടുക്കുന്ന റിപ്പോർട്ടാണ് കോടതി സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് തരാനുള്ളത് തന്നെ വെക്കൂ. ഞങ്ങളുടെ റഡാറിൽ നിങ്ങൾ പെട്ടു, ഇതാ അവരുടെ ഭാഷ, EDയുടെ റഡാറിൽ പെട്ടു. അപ്പം നിങ്ങൾക്കിനി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ പൈസ കൊടുത്തേ വെക്കത്തുള്ളൂ. പൈസ കൊടുത്താൽ ഞങ്ങൾ കോടതിയിൽ നിന്ന് ആ പേപ്പറൊക്കെ വേണ്ടുന്ന പോലെ എടുത്ത് കളയുമെന്നാണ് പറയുന്നത്. എത്ര രൂപയായിരുന്നു അന്ന് ആവശ്യപ്പെട്ടത്? 1 കോടി രൂപ ED ആവശ്യപ്പെട്ടു. അത് ഏജൻറ്റന്മാരായി വന്നപ്പോഴത്തേക്ക് 2 കോടി രൂപയായി. അത് 4 തവണയായിട്ട് ഇൻസ്റ്റാൾമെൻറ്റായിട്ട് കൊടുത്താൽ മതിയെന്നായി. അങ്ങനെ ആവശ്യപ്പെട്ടത് നമ്മൾ പുറത്തറിയിച്ച് അവർക്കെതിരെ അവരെ അറിയിച്ചു നിങ്ങളുടെ പേര് പൈസ ആവശ്യപ്പെടുന്നു, അത് ഞങ്ങൾക്കറിയൂടെ, നിങ്ങളുടെ വഴിയല്ലോ നോക്ക്. ഈസ്റ്റ് പോലീസ് സ്റ്റേഷനെ അറിയിച്ചു, DGP അറിയിച്ചു, CBI ഡയറക്ടറെ അറിയിച്ചു. എല്ലാവരും അന്വേഷണം നടത്തി. കേരളത്തിൽ അന്വേഷണം പൊടി പൊടിച്ചിട്ട് അവസാനം പറയും, അത് കേന്ദ്രത്തിൻ്റെ കാര്യമാണ്, ഞങ്ങൾക്ക് അതിനകത്തൊന്നും പറ്റത്തില്ല. അന്ന് ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു? 2 പേരെ അറസ്റ്റ് ചെയ്തു. അന്ന് പണം വാങ്ങാൻ വന്ന 2 പേരെ അവർ അറസ്റ്റ് ചെയ്തു. ഒരു വിപിനും ആ വിപിൻ്റെ കൂടെ വന്ന ഒരു കൂലിക്കാരനും. വിപിൻ്റെ കൂടെ വന്നൊരു കൂലിക്കാരനെ അവർ അറസ്റ്റ് ചെയ്തു. അവസാനം മോഹൻ എന്ന് പറയുന്ന ആളിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് അയാൾ മുൻകൂർ ജാമ്യത്തിന്, അയാൾ കാശുണ്ടല്ലോ, അയാൾ മുൻകൂർ ജാമ്യത്തിന് ഹൈക്കോടതിയിൽ പോയെന്നാണ് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നോട് പറഞ്ഞത്. പിന്നെ അങ്ങനെ ഒരു ദിവസം ഇയാൾ ഇവിടെ വന്നു, ഈ മോഹൻ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ ഞാനും ചെന്നു. എന്നോട് ചോദിച്ചു, ഇതാണോ മോഹൻ? ഞാൻ പറഞ്ഞു, ഇതാണ് മോഹൻ. ഉടനെ മോഹൻ എനിക്ക് പേഴ്സണലായിട്ട് സംസാരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ED ഓഫീസ് എറണാകുളത്ത്, ഇത് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ. ഇയാളിപ്പോൾ ഒന്നും സംസാരിക്കേണ്ട, എന്നോട് പേഴ്സണലായിട്ട് ഇയാളൊന്നും സംസാരിക്കേണ്ട, ഈ കേസിൽ മൊഴി കൊടുക്കാനാണ് ഞാൻ വന്നത്. ഉടനെ അയാളുടെ രീതി അങ്ങ് താണു വീണു. എൻ്റെ ഭാര്യയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസറാണ്, എൻ്റെ അച്ഛൻ മരിച്ചുപോയി, സാമ്പത്തിക പ്രയാസങ്ങളുണ്ട്, പിന്നെ എന്തെങ്കിലും എന്നെ ഈ കേസിൽപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമ്പോൾ എൻ്റെ പേരെഴുതി വെക്കും. ഞാൻ പറഞ്ഞു, നീ ചെയ്യുന്ന പുണ്യകർമ്മം, എൻ്റെ പേരെഴുതി വെക്കണം നീ, കാരണം ഈ അനുഭവിക്കുന്ന പാവങ്ങൾക്ക് വേണ്ടി ഞാൻ നിന്നെ അങ്ങനെ ആക്കിയെന്ന് വരുത്താൻ. പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കണം,
ഈ പറയുന്ന കോടികളൊക്കെ വാങ്ങിച്ചവനെല്ലാം ലോഡ്ജിലും ഹോട്ടലിലും ഒക്കെ തൂങ്ങിച്ചത്ത് കിടക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. നിൻ്റെ അവസാനം അതായിരിക്കും. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇങ്ങനെ വീണ്ടും ഇത്തരം ആരോപണങ്ങളോ അല്ലെങ്കിൽ ഇടനിലക്കാരിങ്ങനെ പണം ആവശ്യപ്പെടുന്നു, ആരോപണങ്ങളല്ലാതെ തെളിയുന്നു. അപ്പം നമ്മളിപ്പോൾ ഇ ഡിയിൽ ആരെങ്കിലും അന്നത്തെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പിന് വിളിക്കുകയോ അങ്ങനെ ആരെങ്കിലും കോൺടാക്ട് ചെയ്തിരുന്നു? പിന്നെ വിളിച്ചങ്ങ് ഹരാസ്മെൻ്റ് ആണ് കംപ്ലീറ്റ്. പിന്നെ ദിവസം വിളിക്കുകയാണ്. അല്ല, ഇപ്പോൾ ഈ അടുത്ത കാലത്തേക്ക് വിളിക്കാൻ പറ്റത്തില്ല. കാരണം കേസ് കോടതിയിൽ വീണ്ടും ആയി കഴിഞ്ഞു. ഫൈനൽ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞു. ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുമ്പ് എൻ്റെ ഭാര്യയുടെ സഹോദരിമാർ അവരാരും ഞാനുമായിട്ട് സംസാരിക്കാൻ പോലുള്ള ആളുകളല്ല. താങ്കൾ പറഞ്ഞു വരുന്നത് ഇ ഡി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഇടനിലക്കാരെ ഇ ഡി അറിഞ്ഞുകൊണ്ടാണ് ഇ ഡിയാണ് ചെയ്യുന്നത്. ഇടനിലക്കാർ പാവങ്ങൾ അവരെ നെത്യവൃത്തിക്ക് വേണ്ടി അവർക്ക് പൈസ കിട്ടുമെന്നുള്ളതുകൊണ്ട് അവർ വരുന്നു. യഥാർത്ഥത്തിൽ ഇ ഡി തന്നെയാണ്. ആ ഇ ഡിയിൽ ആർത്തിപ്പണ്ടാരം എന്ന് വിളിക്കാവുന്ന 2 പേരാണ് ഞാൻ ഈ പറഞ്ഞ 2 പേരും. അത് അവർ പിന്നെ കേസ് കോടതി പോലീസ് സ്റ്റേഷനിൽ വന്നാൽ അവർ 2 കോടി കൈക്കൂലി വാങ്ങിക്കുന്നവരാണ്. അവർക്ക് 2 ലക്ഷം കൊടുത്തതിൽ നിന്ന് മാറുന്നതിന് ഒരു പ്രശ്നവുമില്ല. മനസ്സിലായില്ലേ?